ഗൈസ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ഞാൻ നല്ലൊരു ഫീൽ ഗുഡ് പടത്തിൻ്റെ റിവ്യൂ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. മസ്റ്റ് വാച്ചാണ്. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടിട്ടാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരൊക്കെ മസ്റ്റ് വാച്ചായിട്ട് പറയണോ വേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ സിനിമയുടെ റിവ്യൂയിലേക്ക് കിടക്കാം. ഒക്ടോബർ 2018 ഇറങ്ങിയ പടമാണ്. റൊമാൻസ് ഡ്രാമയാണ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു പടത്തിൻ്റെ റിവ്യൂ ചെയ്തിട്ടുള്ളത് വി ലിവിങ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതും ഇതേപോലെ തന്നെയാണ്, റൊമാൻസ് ഡ്രാമയാണ്. ആ ഒരു ജോണറിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു ടൈപ്പിൽ പോണ ഒരു സിനിമയാണ് ഇത്. ആ സിനിമേനായിട്ട് കമ്പയറിങ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ ആ സിനിമേനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സിനിമ എന്ന് പറയുമ്പോൾ. ഏകദേശം സ്റ്റോറി ലൈനൊക്കെ സെയിമാണ്, അതിൻ്റെയും ഇതിൻ്റെയും സെയിമാണ്. അതിപ്പോൾ ഈ കൊല്ലം ഇറങ്ങിയതാണ്. ഇത് 2018 ഇറങ്ങിയതാണ്. മേക്കിംഗ് സൈഡ് രണ്ടും ഡിഫറെൻ്റ് ആണ്. പിന്നെ അത് ഇംഗ്ലീഷ് സിനിമയാണ്, ഇത് ഹിന്ദി സിനിമയാണ്. പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ വരുൺ ധവാൻ, പിന്നെ അതേപോലെ ബനിറ്റ, ഇവർ രണ്ടുപേരാണ് മെയിൻ. ഇവർ രണ്ടുപേരും പീക്ക് ലെവൽ ഓഫ് ആക്ടിങ് ആണ്. കൂടുതലായിട്ട് ഇതിലത്തെ നടിയുടെ അഭിനയം മുട്ടണ്ട ഗംഭീരമായിട്ടുണ്ട്. കുറേ സീനുകൾ, അഭിനയിക്കാനുള്ള കുറേ സീനുകൾ ഇതിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിച്ചിട്ട് കാണിക്കേണ്ടതോ അല്ലെങ്കിൽ എന്താ പറയുക കരഞ്ഞ് കാണിക്കേണ്ടതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ശരീരം എന്നെങ്ങി കാണിക്കുന്ന ടൈപ്പുള്ള ആക്ടിങ് അല്ല ഇതിൽ ഫുൾ എക്സ്പ്രഷൻസ് ആണ്. ഓരോരോ സീനുകൾ അതേപോലെയാണ് ഇതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സ്ക്രീൻ പ്ലേ അന്യായാണ്. അഭിനയം വൈസ് കൂടുതലും ഇവൾക്കാണ് അഭിനയിക്കാനായിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ടൈപ്പാണ്. അത് ഞാൻ കഥ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഫീല് കിട്ടില്ലേ. വരുൺ ധവാൻ്റെ ക്യാരക്ടർ അടിപൊളി ക്യാരക്ടറാണ്. ഇപ്പോൾ ഇതിൽ ഏറ്റവും നല്ല ക്യാരക്ടർ വരുൺ ധവാൻ്റെ ക്യാരക്ടറാണ്. യാദർശികമായിട്ട് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അവിടുന്ന് നടൻ്റെ ജീവിതത്തിൽ കടന്നു പോണ കുറച്ച് കാര്യങ്ങളാണ് ഈ സിനിമ കാണിക്കുന്നത്. ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു വാക്ക്, ഒരു കാര്യം അന്വേഷിച്ചതിൻ്റെ പുറത്ത് പിന്നാലെ പോണ ഒരു സിനിമയാണ് ഇത്. പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പ്രണയമല്ലേ സിനിമ എന്ന് പറയുമ്പോൾ. ഭയങ്കരമായിട്ട് മനുഷ്യത്വം ഉള്ളത് കൊണ്ടും പിന്നെ ഒരു ക്യൂരിയോസിറ്റി ഉള്ളത് കൊണ്ടും എന്താ പറയുക, അയാളുടെ പിന്നാലെ പോയി പിന്നെ അവർ അങ്ങനെ ഒരു തരം റിലേഷനിൽ പോണ ഒരു സിനിമയാണ്. ഭയങ്കരമായിട്ടൊരു പെയിനുള്ളൊരു സിനിമയാണിത്. ഭയങ്കര നാച്ചുറലായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിൽ കുറേ സീനുകൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ്, ഭയങ്കര നാച്ചുറലായിട്ടാണ്. ഡ്രാമ ആയതുകൊണ്ടും അങ്ങനെയാണ് വരുള്ളൂ. ഇതിൽ കുറേ ഹോസ്പിറ്റലിലുള്ള സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ പക്ക നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ഒരു ഫീല് കിട്ടും. യാതൊരു തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ കാണുന്നത് സിനിമയാണ്, നമ്മൾ കാണുന്ന ഒരു സീനാന്നുള്ള ഒരു ഫീല് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ശരിക്കും ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്ന് അവിടെ ഉണ്ടാവണ തരത്തിലുള്ള രീതിയിലാണ് സ്ക്രീൻ പ്ലേ ഒക്കെ ചെയ്തേക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്ക്രിപ്റ്റൊക്കെ അടിപൊളിയാണ്, നല്ല സ്റ്റോറിയാണ്, നല്ല വിഷമം വരുന്ന ഒരു സ്റ്റോറിയാണ്. എന്ന് വെച്ചാൽ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കണ്ണ് നിറഞ്ഞു പോണതല്ല, നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന തരത്തിലുള്ള വിഷമം തരുന്ന സിനിമയാണ്. കാസ്റ്റിംഗ് വൈസ് അടിപൊളിയാണ്, എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. വരുൺ ധവാൻ ശരിക്കും ക്യാരക്ടറായിട്ട് ജീവിച്ചതാണ്, ഒന്നും പറയാല്ല. ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ചക്കനാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഇന്നസെൻ്റ് ആണ്. അതേപോലെ അവൻ്റേതായ കുറച്ച് മടികളുണ്ട്, അവൻ്റേതായ കുറച്ച് രീതികളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായി ഒറ്റപ്പെട്ട് അവൻ്റേതായ ഒരു രീതിയിൽ സ്വന്തം ഇഷ്ടത്തിന് നടക്കണ ഒരുത്തനാണ്. ഭയങ്കരമായി ഒറ്റപ്പെട്ട് നടക്കണ ഒരു ചെക്കനാണ്. കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആ മടിയും കാര്യങ്ങളൊക്കെ മാറുന്ന സിറ്റുവേഷനൊക്കെ ഇതിൽ അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട്. റിയലൈസ് ചെയ്യാൻ തുടങ്ങും, ജീവിതത്തിലേക്ക് കടക്കണ കുറേ കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിലൊരു ഫാമിലിയുമായിട്ടുള്ള ഒരു ബന്ധമൊക്കെ കാണിക്കുന്നത് മൊത്തത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മസ്റ്റ് വാച്ചാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഡ്രാമ ആയതുകൊണ്ടും എല്ലാവർക്കും ഇരുന്ന് കാണാനുള്ള ഒരു ക്ഷമ ഉണ്ടാവുമോ എന്നുള്ളതാണ് എനിക്ക് അറിയാത്തത്. കാരണം അത് എല്ലാവർക്കും ഒരേപോലെ ആയിരുന്നു വരില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇഷ്ടമായി എനിക്ക്. പറ്റണമെങ്കിൽ നിങ്ങളെല്ലാവരും കാണാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ പടത്തിൻ്റെ പടം കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ എന്താണ് രേഖപ്പെടുത്തുക.
അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ഉണ്ടാക്കരുത്. ബൈ.